ഹായ് ഗൈസ്, ഫെബ്രുവരി സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് കാണാൻ കിട്ടിയിട്ടുണ്ട് സാംസങ് ഗാലക്സി S21FEയിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം. ബാറ്ററി ലൈഫിനെ പറ്റി നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ഫെബ്രുവരി സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം ബാറ്ററി ഡ്രെയിനിങ് നന്നായിട്ട് കാണാൻ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഫെബ്രുവരി സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കാരണമാണോ അതോ ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 39-40 ഡിഗ്രീൻ്റെ അടുത്താണ് ഇപ്പോൾ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഫോൺ നന്നായിട്ട് ചൂടാവേണ്ട കാരണം ബാറ്ററി ഡ്രെയിനിങ്ങും കാണാൻ കിട്ടുന്നുണ്ട്. എൻ്റെ യൂസേജിൽ നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്കൊരു 3.5 to 4 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഞാൻ ബാറ്ററി ഗുരു പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കുമ്പോൾ എൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ 84% ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയുടെ ഹെൽത്ത് വേണേൽ ചെക്ക് ചെയ്യുക. ബാറ്ററി ഗുരു പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടും. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ഒരു 4-5 തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രയാണ് നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് എന്ന്. പിന്നെ എത്ര സ്ക്രീൻ ഓൺ ടൈമോ കാണാൻ കിട്ടും. എക്യു ബാറ്ററി പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഒരു 15% വരെയും ഫോൺ ഡിസ്ചാർജ് ചെയ്യുക, പിന്നെ 100% വരെയും ചാർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ബാറ്ററി ഹെൽത്ത് ഉണ്ടെന്ന് നിങ്ങളുടെ ഫോണിൽ. ഓക്കെ, സ്ക്രീൻ ഓൺ ടൈം പറയാന്ന് വെച്ചാൽ എൻ്റെ യൂസേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വൈഫൈ ആൻഡ് മൊബൈൽ ഡാറ്റയാണ്. വൈഫൈ മൊബൈൽ ഡാറ്റയും വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ യൂസേജിൽ എനിക്ക് വെറും 3.5 to 4 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം എനിക്ക് 2 തവണയെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ ഫോണ്. അപ്പോൾ ബാറ്ററി ലൈഫ് എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ചൂട് കാരണമാണോ എന്ന് എനിക്കറിയില്ല. ബാറ്ററിയുടെ പറ്റി പറയുമ്പോൾ ഇവിടെ ചാർജിങ് സ്പീഡും കുറഞ്ഞിട്ടുണ്ട്. അതും ചൂട് കാരണമാണോ എന്ന് എനിക്കറിയില്ല. ഫോൺ ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ലോ ചാർജിങ് ആവും ചെയ്യുക, ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 25 വാട്ടിൻ്റെ സാംസങ്ങിൻ്റെ ചാർജറാണ് യൂസ് ചെയ്യുന്നത്. അതിലെനിക്കിപ്പോൾ 2% to 100% ആവാൻ ഒരു 1 hour 30 minutes അല്ലെങ്കിൽ 35 minutes ആണ് പിടിക്കുന്നത്. അപ്പോൾ എന്തായാലും ചാർജിങ് സ്പീഡും കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസിനെ പറ്റി നോക്കുകയാണെന്ന് വെച്ചാൽ ഫോൺ നന്നായി ചൂടാവുന്നുണ്ട്. ഇപ്പോൾ ഈ ഫെബ്രുവരി സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു 38-39 ഡിഗ്രിയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ. അതിൻ്റെ കൂടെ ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ഫോൺ നോർമൽ ടാസ്ക് ചെയ്യുമ്പോഴും ചൂടാവുന്നുണ്ട്. ലൈക്ക് ഇൻസ്റ്റഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ചൂടാവുന്ന സമയത്ത് നന്നായിട്ട് ത്രോട്ട്ലിംഗ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ട്. ലൈക്ക് നന്നായിട്ട് ലാഗൊക്കെ അടിക്കുന്നുണ്ട് ഫോണ്. ഇപ്പോൾ നിങ്ങൾ AC മുറിയിലാണ് ബാക്ക് കേസൊക്കെ ഊരി വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഫോൺ ചൂടാവില്ല. അതേമാതിരി നിങ്ങൾക്ക് ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആവും കിട്ടുന്നത്. പക്ഷേ ഫോൺ ചൂടാവാൻ തുടങ്ങിയാൽ നന്നായിട്ട് ലാഗ് കാണാൻ കിട്ടുന്നുണ്ട്. ലൈക്ക് ഒരു ആപ്ലിക്കേഷന് വേറെ ആപ്ലിക്കേഷനിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ UI തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ലാഗ് കാണാൻ കിട്ടുന്നുണ്ട്. നെറ്റ്വർക്ക് ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ ഞാൻ 5G യൂസ് ചെയ്യാറില്ല എൻ്റെ S21FEയിൽ. ബിക്കോസ് 5G യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഫോൺ നന്നായിട്ട് ചൂടാവുണ്ട്. അതേമാതിരി ബാറ്ററി ഡ്രെയിനിങ് കാണാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 4G ആണ് യൂസ് ചെയ്യാറ്. അതേമാതിരി 4G യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും ഭയങ്കര കുറവാണ്. ലൈക്ക് ഒരു 2G സ്പീഡ് മാതിരിയൊക്കെയാണ് തോന്നിക്കുന്നത്. 4G സ്പീഡ് മാതിരിയല്ല, വെറും 2G സ്പീഡ് മാതിരിയാണ് തോന്നിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എൻ്റെ അടുത്ത് S23 ഉണ്ട്. S23യിൽ ഞാൻ 4G യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡാണ് കിട്ടുന്നത്. പക്ഷേ S21FEയിലാണ് ഈ പ്രശ്നം കാണാൻ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ കോൾ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കോൾ ഡ്രോപ്സ് എനിക്ക് കാണാൻ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ കസിൻ്റെ അടുത്ത് S21FE ഉണ്ട്. അവന് ആ കോൾ ഡ്രോപ്സ് ഒന്നും കാണാൻ കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ ഡിവൈസിൽ കോൾ ഡ്രോപ്സ് എനിക്ക് കാണാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അതേമാതിരി ഇപ്പോൾ ക്യാമറേനെ പറ്റി പറയാന്ന് വെച്ചാൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നുകൂടി ഡൗൺഗ്രേഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ബിക്കോസ് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഞാൻ ടെലിഫോട്ടോ ലെൻസിന് ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഇമേജസാണ് വരുന്നത്. അത്ര ഡീറ്റെയിൽസ് ഒന്നും കാണാൻ കിട്ടില്ല ഇമേജസിൽ. അതേസമയത്ത് ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ഫോട്ടോസ് എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് 3x പോർട്രേറ്റ് മോഡിൽ. പക്ഷേ ഇമേജസ് കാണുമ്പോൾ ചെറുതായിട്ട് വാഷ്ഡ് ഔട്ടായി മാറി തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഗാലക്സി എൻഹാൻസ് X പോയിട്ട് കുറച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ടാണ് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ മെയിൻ ക്യാമറേനെ പറ്റി നോക്കാന്ന് വെച്ചാൽ മെയിൻ ക്യാമറയിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ അതേമാതിരി അൾട്രാ വൈഡ് ക്യാമറയിൽ ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ഇതിൻ്റെ പെർഫോമൻസ് ഭയങ്കര പുവറാണ്. പക്ഷേ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ അത്യാവശ്യം ഡീസൻ്റ് ആണ്. അതേമാതിരി ഫ്രണ്ട് ക്യാമറയും ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ അത്ര സോഫ്റ്റ് ഇമേജസാണ് എടുത്തു തരുന്നത്. 32 MP വെച്ചാലും 12 MP വെച്ചാലും സോഫ്റ്റ് ഇമേജസ് തന്നെയാണ് എടുത്തു തരുന്നത്. അതേമാതിരി ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ പോകാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡീസൻ്റായി ഫോട്ടോസ് എടുത്തു തരുന്നുണ്ട്. ക്യാമറ ക്വാളിറ്റി ഇങ്ങനെയാണ്. 1UI 7 വരട്ടെ. 1UI 7 വന്നിട്ട്
ഇതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഹീറ്റിംഗ് ഇഷ്യൂ കുറയുന്നുണ്ടോ, ക്യാമറ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടുന്നുണ്ടോ, ബാറ്ററി ലൈഫ് എങ്ങനെയാണ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തരുന്നതായിരിക്കും. എന്നിട്ടും ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് OnePlus 13Rലേക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ One UI 7 വന്നിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ അപ്പോൾ കണ്ടിട്ട് നമുക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.